നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിങ്കളാഴ്ച തെക്കൻ ലെബനിൽ ഇസ്രായേൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ എലൈറ്റ് റദ്വാൻ സേനയിലെ മുതിർന്ന കമാൻഡർ കൊല്ലപ്പെട്ടതായി സുരക്ഷാ വൃത്തങ്ങൾ പറയുന്നു. വ്യാപകമായ യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത് തടയാൻ US സ്റ്റേറ്റ് സെക്രട്ടറി ആൻ്റണി ബ്ലിങ്കൻ പ്രദേശം സന്ദർശിക്കുന്നതിനിടെയാണ് ലെബനൻ ഗ്രാമമായ മജ്വൽ സെൽമിൽ നടത്തിയ ആക്രമണത്തിൽ റദ്വാൻ സേനയിലെ യൂണിറ്റ് ഡെപ്യൂട്ടി ഹെഡ് വിസാം അൽ തവീൽ കൊല്ലപ്പെട്ടത്. ഒക്ടോബർ 7 ഇസ്രായേൽ പ്രദേശത്ത് ഹമാസ് നടത്തിയ ആക്രമണത്തെ തുടർന്ന് അതിർത്തി കടന്നുള്ള ഷെല്ലാക്രമണം ആരംഭിച്ചതിന് ശേഷം തെക്കൻ ലെബനിൽ 130-ലധികം ഹിസ്ബുള്ള പോരാളികൾ ഇസ്രായേൽ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടു. സിറിയയിൽ 19 പേർ കൂടി കൊല്ലപ്പെട്ടു. ഗാസയിൽ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 249 പലസ്തീനികൾ കൊല്ലപ്പെടുകയും 510 പേർക്ക് പരിക്കേറ്റതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഗാസയിലെ അൽ അഖീസ രക്തസാക്ഷി ആശുപത്രിയിലെ 600 രോഗികളും ആരോഗ്യ പ്രവർത്തകർ എവിടെയാണെന്ന് ഇപ്പോഴും അജ്ഞാതമാണെന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത്. ഒക്ടോബർ 7 മുതൽ ഗാസയ്ക്കെതിരായ ഇസ്രായേൽ ആക്രമണങ്ങളിൽ 9600 കുട്ടികൾ ഉൾപ്പെടെ 23084 പേർ കൊല്ലപ്പെട്ടു. ഏകദേശം 59000 പേർക്ക് പരിക്കേറ്റു. ഇസ്രായേലിനെതിരായ ഹമാസിൻ്റെ ആദ്യ ആക്രമണത്തിൽ ഏകദേശം 1139 പേർ കൊല്ലപ്പെട്ടു.